ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് ഇപ്പോൾ പാട്ടുകൾ ചെയ്യുന്നത്. ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് പർപ്പസ്ഫുള്ളി ചെയ്യുന്നത്. ഷോർട്ട് ടൈം ആയി പോവല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ഡൺ. മേ ബി കുറഞ്ഞ സമയം കൊണ്ട് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അത് പോവുക. ആ സമയത്തെ ടേൺ ഓവറാണ് അതിൻ്റെ കച്ചവടം. അപ്പോൾ ഭാസ്കരൻ മാഷ് എഴുതുമ്പോഴത്തേക്കും വേറൊരു വളരെ നെഗറ്റീവായിട്ട് എഴുതിയിരുന്നു അദ്ദേഹം. വയലാർ എഴുതുമ്പോൾ വേറൊരു തരത്തിൽ സ്വർഗീയ ഗാനങ്ങൾ എനിക്ക് ഈ പ്രേമം പൂത്തുപോലെ വളർന്നല്ലോ എന്ന് അതെ, അത്രയും പോത്തു ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഭയങ്കര എങ്ങനെയാണ് സിമ്പിളാക്കി ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ക്രിയേറ്റിവിറ്റി. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടവേലിക്കൽ വരുന്ന ബീവി എന്നൊരു പാട്ട്. പോസ്റ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷ് വാക്ക് നമുക്ക് കരുതുന്നേയില്ല ആ പാട്ടിൽ വരുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു. കേവല ഭാഷ, അതായത് സംസാരിക്കുന്ന ഭാഷയാണ്, താളത്തിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ പ്രേമം പൂത്തുപോലെ വളർന്നു എന്ന് പറയാൻ അതൊരു ഭയങ്കര രസകരമായ പ്രയോഗമാണ്. ഈ സിനിമ എന്താണെന്ന് മനസ്സിലായത് വെച്ചിട്ട് ഒരു 2 വരി എഴുതാൻ സാധിക്കുമോ ഇപ്പൊ? അതൊരു വല്ലാത്ത ചതിയല്ല വിജയേട്ടാ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ താഴെ ഇറങ്ങി നേരെ പോയേനെ. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സർക്കാരിനെ താഴെ ഇടുന്ന വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരിടാൻ പറ്റില്ല, പകരം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ ശങ്കരൻ എന്ന പേരിടണം എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. സെന്തിൽ ഇത് കുറെ കഴിഞ്ഞ് അഭിനയിച്ച സെന്തിലിന് അറിയാവുന്ന പുള്ളിയുടെ ഏതോ പഴയ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള ആരെയൊക്കെയോ കണക്റ്റായിട്ട് പുള്ളി ആ ഒരു ഇതിനകത്ത് ആ ലൂപ്പിൽപ്പെട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സീൻ നിന്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സീനാണോ? ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്, ഇത് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ കേട്ടത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത കാര്യമായിരിക്കും. അങ്ങനെ പറയാൻ വേണ്ടി നമ്മളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. ചരിത്രത്തിൽ മാത്രം ജീവിക്കേണ്ടതില്ല, പക്ഷെ ചരിത്രം അറിഞ്ഞുകൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നതാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റും, പക്ഷെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ എല്ലാ ആളുകൾ കേൾക്കുക അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് സന്തോഷം. നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ബിജുപാലിനെ സംബന്ധിച്ചൊരു ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലാകട്ടെ, അതൊരു വരികൾ എഴുതുന്നതിനാവട്ടെ, എവിടെ ഒരു ഫ്ലേവർ എന്നും ബിജുപാലിൻ്റെത് എന്ന് പറഞ്ഞ് സിഗ്നേച്ചർ ആയിട്ട് കിടക്കുന്ന ഒന്നുണ്ട്. രക്ഷാധികാരി വൈജുവിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ ഞാൻ എന്നിട്ട് ബിജുവേട്ടനോട് പറഞ്ഞു, അതിൽ ബിജുമേനൻ ദിലീഷ് പോത്തനെ കാണുമ്പം മാത്രം ഒരു പ്രത്യേക രീതിയിൽ ഒരു വയലിൻ എന്തോ ഒരു ബിറ്റ് വായിക്കുന്നുണ്ട്. അത് ആ സീക്വൻസിൽ മാത്രമേ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അത് അവർ തമ്മിലുള്ള ഒരു കണക്റ്റാണ്. ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ പിന്നീട് വന്ന പിള്ളേരാണ്, പക്ഷെ ഇവർ തമ്മിൽ കുറേ കാലമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ കാണുന്നില്ല. ഇത് എപ്പോഴും ആ വരി ഞാൻ എടുത്ത് പറയാറുണ്ട്. പാട്ട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, അത് നിർമ്മലമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ആൽക്കമി ഉണ്ട്, ഒരു രസതന്ത്രമുണ്ട് പുള്ളിയുടെ. ലക്നൗ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഭാഷ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ് നമ്പർ വന്നു. എന്നിട്ട് പുള്ളി സംസാരിച്ച് കുറച്ച് സമയം കഴിയുമ്പം എനിക്ക് പോലീസ് പെർമിഷൻ വാട്സാപ്പിൽ പുള്ളി അയച്ചു തന്നു. ടെക്നോളജി നമ്മുടെ കയ്യിൽ വരുന്നു, നമ്മളല്ല ഇത് കണ്ടെത്തിയത്, നമ്മൾ എൻഡ് യൂസേഴ്സ് ആണ്, നമ്മൾക്കത് ഉപയോഗിച്ചാൽ മതി അല്ലേ. ഇപ്പം രാഗം എന്ന് പറയുന്ന കാര്യം പണ്ടാരൊക്കെ ഉണ്ടാക്കി, പക്ഷെ അത് എൻഡ് യൂസറാണ് നമ്മൾ. അപ്പോൾ അത് നമ്മൾ അറിയണം എന്നുള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പൃഥ്വിരാജിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിലോട്ട് എങ്ങനെ എത്തി? ഇത് വളരെ ഒരു റാൻഡം ഡിസിഷൻ ആയിരുന്നു. അഗെയിൻ KSFDCയുടെ ഒരു ചിത്രം ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ഓരോ തലത്തിലും വലിയ വലിയ ഇതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ താഴെയുള്ള പേരുകളാണ് അതിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയുമ്പം ഇങ്ങനെയുള്ള വിജുപാൽ, ഗോകുൽദാസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ മനീഷ് 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ ചെയ്ത ഒരു നല്ല സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാരുടെ പേരിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചൊരു വലിയ കാര്യം. പുറമേ കുടുംബചിത്രം എന്ന് പറയുമെങ്കിലും ആ പർപ്പസ് ഓഡിയൻ വായിച്ചെടുക്കുക എന്നുള്ളതാണ് സനോജിൻ്റെ ആഗ്രഹം അല്ലേ. അതുപോലെയാണ് എല്ലാ കലാസൃഷ്ടിയും. പർപ്പസ് ഇല്ലാത്തൊരു കലാസൃഷ്ടിയും ഉണ്ടാവേണ്ടതില്ല. ശരി, ഇതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി, ഒരു ഓർമ്മ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും, അതോ അതിനപ്പുറം എന്തെങ്കിലും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ഓർമ്മയുണ്ടോ സനോജിന്? കുറേ ഓർമ്മകളുണ്ട്. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ഈ ലക്നൗവിലെ കാര്യം പറഞ്ഞത്. കാരണം അതൊരു വലിയ കാര്യമായിരുന്നു. ഇവിടെ നമ്മൾ കുറേ കൂടെ നമ്മുടെ ഒരു നെറ്റ്വർക്കും ഉണ്ട്, നമ്മളറിയുന്നവരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വളരെ കുറച്ച് ആളുകളെ പരിചയമുള്ളൂ. പക്ഷേ ഈ രീതിയിലൊക്കെ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ സഹായിക്കുക എന്നൊക്കെ പറയുന്നത്, ഈയിടെ ഞാനിപ്പോൾ അടുത്തൊരു രസം, അദ്ദേഹം ഞാൻ പറഞ്ഞ അദ്ദേഹം CBI പിന്നെ അദ്ദേഹം ഇവിടെ ഫ്രാൻസിലോ മറ്റെന്തോ കേസ് അന്വേഷണമായിട്ട് പോയി.
ഈ അടുത്ത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ നമ്പറിൽ പഴയ നമ്പർ പുള്ളി ഇത് ഓർക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഞെട്ടി. ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ സേവ് ചെയ്തിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഡൽഹി എയർപോർട്ടിലാണ്. അപ്പം ഞാൻ ഇത്തവണ വന്നപ്പോൾ ഈ പുസ്തകം വാങ്ങിച്ചു. അപ്പോൾ ആ പേര് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചതാണ്. അപ്പോൾ ഞാനിത് വായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ. ഇപ്പം ഒരു സീൻ എടുത്തു കഴിഞ്ഞിട്ട് ബസ്സിലുള്ള ഒരു സീക്വൻസ് ശാന്തിയും ഇർഷാദും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇർഷാദ് എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ സീൻ ഒരു എനിക്കെന്തോ ഇർഷാദിനെ അറിയാത്തൊരു ക്യാരക്ടേഴ്സാണല്ലോ, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിലുള്ള ലോകത്തുള്ള മനുഷ്യരുള്ളത്. ഇർഷാദിന് അതിൻ്റെ ഒരു പൊതുവായ പശ്ചാത്തലം അറിയാമെങ്കിലും ആ കഥാപാത്രം നടക്കുന്ന ഒരു ലോകം അറിയുന്ന ഒരു മനുഷ്യനല്ല വ്യക്തിപരമായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സീൻ നിൻ്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സീനാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ പുള്ളിയെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അത് ചില സീനുകളിൽ നമ്മൾ എന്തൊക്കെയോ ചില ആത്മാംശങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ എനിക്കെന്തോ അങ്ങനെ അഭിനയിക്കുമ്പോൾ. അതുപോലെ സെന്തിലിനും അങ്ങനെ. സെന്തിൽ ഇത് കുറേ കഴിഞ്ഞ് അഭിനയിച്ച് സെന്തിലിന് അറിയാവുന്ന പുള്ളിയുടെ ഏതോ പഴയ അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ പഴയ തലമുറയിലുള്ള ആരൊക്കെയോ കണക്റ്റായിട്ട് പുള്ളി ആ ഒരു ഇതിനകത്ത് ആ ലൂപ്പിൽപ്പെട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസുകളും പിന്നെ എൻ്റെ ഈ നമ്മുടെ വർക്ക് ചെയ്യുന്നപ്പോഴുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ്സും എല്ലാവരും താരതമ്യേന വളരെ പുതിയ ഭയങ്കര വൈബ്രൻ്റായ പിള്ളേരാണ്. അവർ ഭയങ്കര രസമായിരുന്നു. അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു വലിയ സിനിമ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. 70ഓളം 80ഓളം ആളുകളുടെ ഒരു സെറ്റ്, വലിയ ഒരു സെറ്റ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത്രയും ആർട്ടും എല്ലാവരും ആ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഗീതം പാശ്ചാത്യ സംഗീതം എന്നപ്പുറം ഒരു സംഗീതം ഒരു സിംഗറിനെ വെച്ച് പാടിപ്പിക്കുക അങ്ങനെ ഇതിലില്ല, ഉണ്ടോ? ഇല്ല, ഞാൻ ആലോചിച്ചു അതിൻ്റെ ഇടയ്ക്ക് അങ്ങനൊരു പാട്ട്. അതിൻ്റെ നോക്കി വരുമ്പോൾ അങ്ങനെ ഒരു പ്രൊമോഷൻ സോങ് ചെയ്യാന്നുള്ളതല്ലാതെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു അത്ര സുഖം ഒരു സംഗീതത്തിൻ്റെ ഒരു നേച്ചർ സ്വഭാവത്തിൽ അത് പിന്നീട് അത് നമ്മൾ വേണ്ടാന്ന് വിചാരിക്കരുത്. പിന്നെ അതൊരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ സാധാരണ ഒരു പ്രത്യേക പീരീഡിലുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കഥകൾ പറയുന്ന പാറ്റേണുകളിൽ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല ഇതിൻ്റെ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അത് ആ സമയത്ത് ഇങ്ങനെ ഒരു മ്യൂസിക് ആയിരിക്കുമോ ഉണ്ടാവുക എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചേക്കാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല അതിനകത്ത്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഇപ്പോൾ ടീസറൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ട്രെയിലർ കണ്ട ആളുകൾ പറഞ്ഞ ഒരു കാര്യങ്ങളിലൊന്ന് ഇതാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഭയങ്കരമായിട്ട് രസമുണ്ട്. ഹുക്കിംഗ് ആണ് വളരെ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഉദ്ദേശിച്ചതും. അത് നമ്മൾ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഡെലിവറി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു. ഒരുപക്ഷെ ഒരു വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കഥയെ, ഒരു ഫിക്ഷൻ കഥയെ വളരെ അൺകൺവെൻഷണൽ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ സിനിമ അരികിനെ പറ്റിയിട്ട് പറയായിരിക്കില്ല ഒരു പക്ഷെ. അതിനൊരു ട്രീറ്റ് ചെയ്തൊരു ഭാവം കൺവെൻഷണൽ അല്ല, സിനിമയും കൺവെൻഷണൽ അല്ല. ഫിക്ഷൻ എന്നുള്ള നിലയിൽ ഫിക്ഷൻ എന്ന് പറയുന്നത് ഫിക്ഷൻ തന്നെ, പക്ഷെ അരിക അത്ര ഒരു കൺവെൻഷണൽ മൂവി അല്ല ശരിക്കും. അതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് മൂവി തന്നെയാണ് ശരിക്കും. അപ്പോൾ ഇപ്പം നമ്മളെ പീരീഡിനെ അടയാളപ്പെടുത്തുന്ന നമ്മളെപ്പോഴും ഇത് ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ 40കളിലോ 50കളിലോ ഉടനെ തുടിയും തപ്പ് കൊടുത്ത് അല്ലേ, 80കളാകുമ്പോൾ പിന്നെ പതുക്കെ വയലിനെടുക്കുന്നു. ഇങ്ങനെയല്ല. അതിൻ്റെ ഒരു സൗണ്ട് എസ്കേപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതില്ല ശരിക്കും. ഏത് ഉപകരണത്തിൻ്റെ നിന്ന് പുറപ്പെട്ട് അന്തരീക്ഷത്തിലെത്തിയാൽ അതൊരു റെസണൻസ് മാത്രമായി മാറുകയാണ് ചെയ്തത്. സോ ആ നാദം നമുക്ക് ഏത് കാലഘട്ടത്തിലും അത് ഇൻഫിനിറ്റ് ആണ് ശരിക്കും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വയലിൻ എന്ന് പറയുന്ന വാദ്യോപകരണം വയലിൻ കണ്ടെത്തിയതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൊന്നും ഇല്ല. അതേതോ ഘട്ടത്തിൽ അതിന് രൂപം വന്നു എന്നേ ഉള്ളൂ. അത് റെസണൻസ്, ഒരു കമ്പനം എന്ന് പറയുന്നത് കാലത്തെ അതിജീവിക്കുന്ന ഒന്നാണ്. അത് വയലിനിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതുണ്ട് ഇവിടെ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഇൻസ്ട്രുമെൻറ്റുകളിലേക്ക് നമ്മൾ പോകണമെന്നില്ല. എന്നാൽ സംഗീത ശൈലികളുണ്ടാവാം.
അതിൽ നമുക്ക് ഇത് ചെയ്യാം. അത് ഏത് ഇത് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അൺകൺവെൻഷണൽ ആവാം എന്നേ ഉള്ളൂ. കാരണം കാലത്തെ അടയാളപ്പെടുത്തുന്ന വാദ്യോപകരണങ്ങളല്ല ഉപയോഗിക്കേണ്ടത്, സംഗീതമാണ് ഉപയോഗിക്കേണ്ടത്. വാദ്യോപകരണങ്ങളിൽ പ്രസക്തിയില്ല ശരിക്കും. കാരണം എല്ലാത്തിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരികയാണല്ലോ, ഒന്നല്ലേ മറ്റൊരു രൂപത്തിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ പറയായിരുന്നു സംഗീതത്തിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ സിനിമകൾ ഇപ്പം ഏത് തരം സിനിമകൾ ഇറങ്ങുമ്പോഴും കുറച്ചൊരു നമ്മളൊരു കഴിഞ്ഞൊരു 10-15 വർഷത്തെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ അതിലെ പാട്ടുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ട്രീറ്റിംഗ് വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, അത് മുന്നോട്ടേ കൊണ്ടുവരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? അത് നല്ല രീതിയിലാണോ താങ്കൾക്ക് നോക്കി കാണുമ്പോൾ? അത് ഒരുപക്ഷെ അത് സംഗീതത്തിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് വന്നത്, അത് എത്രമാത്രം നമുക്ക് മലയാള സിനിമയെ നല്ലതായിട്ടോ അത് മോശമായിട്ടോ? മാറ്റിയും മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കും. ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയൽ സംഗീതം എന്ന് പറഞ്ഞാൽ മാറിയും മറിഞ്ഞും ഇരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ക്ലാസിക്കൽ സംഗീതം മാറാതെ നിൽക്കുന്ന ഒന്നാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻഡസ്ട്രിയൽ സംഗീതം മാറും. ഇപ്പോൾ പോകുന്ന ഈ ഹിപ്പ് ഹോപ്പ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറും. എത്ര പ്രാവശ്യം ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ കുറച്ചാളൊക്കെ കേൾക്കുമ്പോൾ അത് വേറൊരു ശൈലി കേൾക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു വിപ്ലവകാരിയായ സംവിധായകൻ സിനിമയിൽ മറ്റു രീതിയിലുള്ള പാട്ടുകൾ കൊണ്ടുവന്നാൽ, ജോണർ കൊണ്ടുവന്നാൽ ചിലപ്പോൾ തിരിച്ചു പോയ ഒരു നല്ല മെലഡി പാട്ടുകൾ കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കാം, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാം. അത്രയേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ പിന്നെ എന്ന് വെച്ചാൽ ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് ഇപ്പോൾ പാട്ടുകൾ ചെയ്യുന്നത്. ഷോർട്ട് ടൈമിന് വേണ്ടിയാണ് പർപ്പസ്ഫുള്ളി ചെയ്യുന്നത്. ഷോർട്ട് ടൈം ആയി പോവുകയല്ല ചെയ്യുന്നത്, ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി ഡൺ. കാരണം അതിൻ്റെ ഓഡിയോ പ്ലാറ്റ്ഫോംസ് അങ്ങനെയായി മാറി. യൂട്യൂബ് അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ ഒക്കെ മേ ബി കുറഞ്ഞ സമയം കൊണ്ട് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞത് പോവുക. ആ സമയത്തെ ടേൺ ഓവറാണ് അതിൻ്റെ കച്ചവടം. അപ്പോൾ അങ്ങനെയായി മാറിയതോടെ അതിൻ്റെ ഇക്വേഷൻസ് മാറി, കൊമേഴ്ഷ്യൽ ഇക്വേഷൻസ് മാറിയപ്പോൾ അത്തരത്തിലുള്ള ഫൺ സോങ്സ് കൂടുതൽ വരിക. ഫണ്ണാണ് കൂടുതൽ, അല്ലേ? കേട്ടറിയാൻ പറ്റും. ഇപ്പോൾ 99% സോങ്സും ഫണ്ണാണ്. സീരിയസ് മൂവീസിൽ പോലും ഫൺ സോങ്സ് ആണ് പറയുക. അപ്പോൾ അത് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. കാരണം പ്രൊമോഷൻ മെറ്റീരിയലാണ് ഇപ്പോൾ സോങ്സ്. സാഹചര്യ പാട്ടുകളൊക്കെ കൂടുതൽ അത് നേരത്തെ വന്നിട്ട് സിനിമയിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ടൂളായതുകൊണ്ട് ആ ഫണ്ണാണ് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ പാട്ടുകൾ. അപ്പോൾ കുറേ നാൾ കേട്ടിരിക്കാവുന്ന പാട്ടുകൾ എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഇപ്പം അങ്ങനെ വരുന്നില്ല. അത്രേ ഉള്ളൂ. രണ്ടും കൂടി ഒത്തു വരുമ്പോഴാണ് അത് കുറച്ചും കൂടി രസമായിട്ടുള്ളൊരു ഇത് വരുന്നത്. യൂസ് ആൻഡ് ത്രോ എന്നുള്ള അല്ലാത്ത പാട്ട് ഒപ്പം ഇൻഡസ്ട്രിയലി വയബിൾ ആയിട്ടുള്ള പാട്ട് ഒപ്പം ആസ്വാദികരമായ പാട്ട് എന്നൊക്കെ വരുന്ന ഒരു റെയർ കെമിസ്ട്രിയാണ് സംഭവിക്കേണ്ടത്. അതിന് ഇപ്പോൾ സംവിധായകരൊക്കെ മുൻകൈയൊക്കെ എടുക്കണം. ശരി. എനിക്ക് താങ്കൾ പറയുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നത് ഒരുപക്ഷെ അല്ലേ, നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ അല്ലെങ്കിൽ പണ്ടത്തെ ജയചന്ദ്ര മാഷിൻ്റെ, ഈ ദാസേട്ടൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തികളുടെ പാട്ടെടുക്കുന്നു നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം ഒരുപക്ഷെ കുറേയൊക്കെ നമുക്ക് ബിജുപാല നമുക്ക് സംഗീതത്തിലൂടെ തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും താങ്കൾ പറയുന്നുണ്ടായിരുന്നു, 10 ഏറ്റവും ഹിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10ഉം ഹിപ്പ് ഹോപ്പാണ് എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ തലത്തിലോട്ടാണ് നമ്മൾ ഇന്ന്. അല്ല, അത് മാറിയതിന്റെ സൂചനയായിട്ട് പറഞ്ഞാണ്. അത് മോശമാണെന്ന് അല്ല ഒരിക്കലും കാലത്തിന്റെ ഈ ഘട്ടത്തിലെ അനിവാര്യത എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് എല്ലാം വർക്കായി എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ കൂടെ കൂടെ കേൾക്കുന്നു, ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടുന്നു, എപ്പോഴും ഇടുന്നു. സോ അപ്പം അത് നമ്മളെ എന്തോ എനർജി നമുക്ക് തരുന്നു. സോ അത് ഹാപ്പൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊരു സ്ട്രെയിഞ്ചാണ്, ഒപ്പം കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. 10ൽ 10ഉം ഇതാണെന്നുള്ളത്. അതൊരു എന്താണ്, ഓരോ സമയത്ത് ഓരോ രീതിയാണ്. ഇനി ഈ സിനിമയിലോട്ട് നമ്മൾ അരികിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എടുക്കുമ്പോഴും ഇതിനകത്തെ ഏറ്റവും ചലഞ്ചിങ് ഇതിനകത്തെ ഷൂട്ടിംഗ് തന്നെ അതിൽ ഇത്രയും പറഞ്ഞ് 24 ദിവസത്തിൽ തീർക്കുക എന്നുള്ളതായിരുന്നു. അതോ അതിനപ്പുറം വളരെ സ്മൂത്തിങ് ആയിട്ട് അല്ലെങ്കിൽ പോയോ? മൊത്തത്തിലൊരു അനുഭവം വെളിച്ചം ഒരാളത്തെ ഒരു സിനിമ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ. ഇത് അതായത് പല രീതിയിലാണ്. നമ്മളിപ്പോൾ ഈ സിനിമ ഒരു 15 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഒരു 4-5 മാസത്തെ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 15 ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക് എടുത്ത് അങ്ങനെയും ഈ സിനിമ ചെയ്യാം. ആ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറിൽ
നമ്മൾ കുറച്ചുകൂടെ വേറെ തരത്തിലുള്ള ഒരു പാറ്റേണിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള രീതിയിലോ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ വേണമെങ്കിൽ വേറെ തരത്തിൽ ചെയ്യാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് വളരെ പർട്ടിക്കുലർ ആണല്ലോ. ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ പർട്ടിക്കുലർ ആണ്. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള മൊഡ്യൂൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഇങ്ങനെയാണ്. ഇതിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഒരു കഥ പറയാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മളുടെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരു 25 ഡേയ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു സംഭവം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് ചലഞ്ച്. ആ രീതിയിൽ അത് നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഈ പറയുന്ന ഷൂട്ടിൻ്റെ ആ ദിവസം മുതൽ അതിൻ്റെ എൻഡ് വരെയും നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. വളരെ എനിക്കതിൻ്റെ തലേദിവസം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഒബ്വിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനോ അല്ലെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ സെറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസത്തിനെ സംബന്ധിച്ച്. പക്ഷെ ആ ഒരു ദിവസം ആ രാവിലെ ചെന്ന് ഷൂട്ട് നമ്മൾ ഫസ്റ്റ് ടേക്ക് എടുക്കുന്നത് തൊട്ട് പിന്നെ ഭയങ്കര രസമായിട്ടാണ് അത് മുന്നോട്ട് പോയത്. പിന്നെ ദിവസങ്ങൾ കഴിയുന്നതും ഒന്നും അതിനൊന്നും ബാധിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഒരു ഓരോ ദിവസത്തെയും ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ പല പല ഗെറ്റപ്പുകൾ മാറണം. ഈ പ്രോപ്പർട്ടീസിൻ്റെ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ വീട് അല്ലെങ്കിൽ ഓരോ മേഖലയിലുള്ള കാര്യങ്ങൾ കഥ പറയുന്ന ഇതെല്ലാം ചേഞ്ചസ് വരുത്തണം. അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യണം. ഈ സിനിമയുടെ മൊത്തം സ്കെഡ്യൂളിനെ അത് ആ രീതിയിൽ ഭയങ്കരമായിട്ട് സ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്ന ഒരു സിനിമയാണ്. അതാണ് ഇതിനകത്ത് ഇവർ ഡയറക്ഷൻ ടീമിലൊക്കെ ഉള്ള ചീഫ് അസോസിയേറ്റ് ഉൾപ്പെടെ ശ്രീഹരി എന്ന് പറയുന്ന അതുപോലെ അരുണൊക്കെ ഇവർ കുറേ പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും അതിന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഓരോ ദിവസം ഇതിൻ്റെ കാലഘട്ടങ്ങൾ മാറ്റി ചിലപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഡേറ്റിനനുസരിച്ചൊക്കെ ചേഞ്ചസ് വരുന്നു. പിന്നെ പാലക്കാട് ഷൂട്ടിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളുണ്ടായിരുന്നു. ഓരോ സീൻസ് മാറി 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 സ്ഥലങ്ങൾ മാറി. ഇത് മുഴുവൻ ഇതിൻ്റെ ഒരു വലിയ പണിയാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ടീം മൊത്തത്തിൽ നന്നായിട്ട് അത് പോയിട്ടുണ്ട്. ഭയങ്കര ചലഞ്ച് എന്നുള്ള വാക്കാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ചലഞ്ചിങ് ആണ്. എല്ലാം കൂടെ ഒരുമിച്ചൊരു പിന്നെ അത് ആ രീതിയിൽ പിന്നെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കലി ആ രീതിയിൽ നമുക്കത് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നുകയും ചെയ്യും. ഔട്ടറിൽ നമ്മൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫറുടെ ആ ഒരു കാര്യത്തിലും അത് വലിയ കാര്യം, ലൈറ്റിങ് ഉൾപ്പെടെ. അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യാൻ അറിയുന്നൊരു ആളാണ്. നേരത്തെയുള്ള സുഹൃത്തുമാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ആദ്യമായി ഷോർട്ട് ഫിലിം തുടങ്ങിയത് ഞാൻ മനീഷും കൂടി. ഞങ്ങൾ ക്യാമ്പസിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. മനീഷിൻ്റെ ആദ്യത്തെ വർക്ക് എൻ്റെ ആദ്യത്തെ വർക്ക് അതാണ്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞ് മനീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞ് സിനിമയിലെ പ്രധാനപ്പെട്ട സിനിമാറ്റോഗ്രാഫായി കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ബേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമയല്ല. ഞങ്ങൾ ആലോചിക്കുന്നു, ഒരു സാധനം ചെയ്യുന്നു. യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ സ്കെയിൽ, അതിൻ്റെ എത്ര കണ്ട അതിൻ്റെ ലെവലിലുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളൊരു കഥ പറയാൻ വേണ്ടി എല്ലാവരും വിളിച്ച് നമുക്കിഷ്ടമുള്ള കുറേ ആളുകളെയും ടെക്നീഷ്യന്മാരും കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ഞാൻ ബിജുപാലിന് ഒരു ചെറിയൊരു വർക്ക് കേൾക്കോ, ചെറിയൊരു പണി എടുക്കോ. ഇതിൽ ഞാൻ സംഗീതം ഇല്ല എന്ന് ചോദിച്ചതിന് ഒരു കാരണം കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഈ സിനിമ എന്താണെന്ന് മനസ്സിലായത് വെച്ചിട്ട് ഒരു 2 വരി എഴുതാൻ സാധിക്കുമോ ഇപ്പോൾ? എഴുതാനോ? ഈ പാട്ടിനെ വെച്ചിട്ട് എൻ്റെ ഭാഗമല്ല. എഴുത്തു ഭാഗം അല്ലെങ്കിലും ഇതൊന്നും എൻ്റെ നമുക്ക് മനസ്സിൽ, മലയാളികളെ സംബന്ധിച്ച് മനസ്സിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ നമുക്ക് സമ്മാനിച്ച്, വരികൾ കൊണ്ട് സമ്മാനിച്ചതും കൂടെ ഒരു വ്യക്തിയും കൂടെയാണ്. വരികൾ എൻ്റെ ഏരിയ അല്ല. ഫോട്ടോ അല്ലെങ്കിൽ കൂടെ അങ്ങനെ സമ്മാനിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ചുമ്മാ ഒന്ന് ശ്രമിക്കുന്നോ? അതായിരിക്കുന്ന കാസ്റ്റിൽ വളരെ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാം. പുസ്തകം എഴുതിയാളാ സനോജ്. അതെ, അത് നമുക്ക് പ്രത്യേകമായ കുറിച്ച് ഞാൻ ഇനി വീണ്ടും എഴുതണോ? ആർക്ക് വേണമെങ്കിലും എഴുതാം. ആളുകൾ വിത്ത് സനോജ് എഴുതുകയാണെങ്കിൽ ഞാൻ വേറൊരു ഇത് ഞാൻ ബിജുപാലിന് കൊടുക്കും. ധൈര്യമായിട്ട് എടുത്തോളൂ. ഇതൊക്കെ നേരത്തെ ആരാണ് അറിയില്ലായിരുന്നു. അത് ഞാൻ മിണ്ടാണ്ടിരുന്നത് അതുകൊണ്ടാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ താഴെ ഇറങ്ങി നേരെ പോയേനെ. ഒന്ന് ശ്രമിച്ചു നോക്ക്. ചുമ്മാ രണ്ടുപേരും കൂടെ ഇങ്ങനെ എങ്ങനെയാണ് ഒരു പാട്ട് പിറവിയെടുക്കുന്നത് നമുക്കും പ്രേക്ഷകർക്കും കാണാം. അയ്യോ, എന്താണ് അല്ല, ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്
എന്താണ് ഇപ്പോൾ ഇതിന് സംഗീതമില്ല, പാട്ടില്ല, പാശ്ചാത്യ സംഗീതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ പാട്ട് ഒരു 2 വരി എങ്ങനെയായിരിക്കും അപ്പം ഈ സിനിമയുടെ ഈ സിനിമയ്ക്ക് പാട്ട് ആവശ്യമില്ല ആവശ്യമില്ല. പക്ഷേ ആ അതുകൊണ്ട് സിനിമയുടെ എസൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ തന്നെ നമ്മളൊരു മൂലക്കിരുന്ന് എഴുതുകയാണെങ്കിൽ 2 വരി ആർക്ക് വേണമെങ്കിലും അതിൽ എഴുതാം. അയ്യോ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഞാൻ പെട്ടുപോകും. നമുക്ക് സമയം ഇത് വേഴ്സിഫിക്കേഷൻ കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ. ഗപ്പടിക്കുന്ന പരിപാടിയൊന്നും അല്ല. പാട്ട് ഒരു എഴുത്ത് പുസ്തകം എഴുതിയ വേറെ ആൾക്ക് അത് പറയാൻ പാടുണ്ടോ ബിജുവാൻ? പക്ഷെ പാട്ട് അല്ലേ? കവിത എഴുതാൻ ശീലമുള്ള ഒരാളല്ല ഞാൻ. കവിത കവിത വായിക്കാൻ എഴുതുന്ന ഇഷ്ടമാണ്. വെറുതെ 2 എന്താ വരി വെച്ചാൽ ഈ എഴുത്തെന്ന് പറയുന്നത് ചിലരെ എഴുതും സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ എഴുതും. ഹരിയൊക്കെ പെട്ടെന്ന് എഴുതി പറയും. അതൊന്നും ഞാൻ ഇപ്പോഴുണ്ട് ഭയങ്കര ഇപ്പൊ തന്നെ ആദ്യം 2 വരി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. ഇത് നിന്ന് നിൽപ്പുണ്ട് വേറൊരു ഫെസ്റ്റിവലിന് സിത്താരയും ഹരിനാരായണനും കൂടെ 2 പേരും ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചിട്ട് എന്നെ സംബന്ധിച്ചാൽ ഈ റിയലിസ്റ്റിക് എഴുത്തിന്റെ ലോകത്താണല്ലോ കുറെ കാലമായി ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പൊലിപ്പിക്കലുകളും കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പണി, റിയലിസ്റ്റിക് ആണ് ഇത്. ജോലി. അപ്പൊ ആ ജോലിയിൽ നിന്നിട്ട് ആർക്ക് വേണമെങ്കിലും എഴുതാം, ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങൾ എങ്ങനെയാ അത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾക്ക് കാണാം. കുറച്ചുകൂടെ പോയറ്റിക് ആയ ഒരു മനുഷ്യൻ വിജയുടെ സത്യം പറഞ്ഞാൽ ബിജുപാലാണ് കേട്ടോ. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഒരുപാട് കവിത്രികളെയും നമുക്ക് ഉള്ള കവികളെയൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ട്. കാര്യമില്ല, അതുകൊണ്ടാണല്ലോ പക്ഷെ അത് വാക്കുകൾ ഞാൻ ആരാധിക്കണോണ്ടാണല്ലോ എഴുതാത്ത. ഞാനെപ്പോഴും പറയും എന്താ എഴുതാത്തേന്ന് ചോദിക്കും. കാരണം നിങ്ങളൊക്കെ എനിക്ക് ബഹുമാനമാണ്. അതാണ് പാട്ടുകളൊക്കെ എഴുതുമ്പോഴും ഒരുപക്ഷെ മനസ്സിൽ ചുമ്മാ എഴുതി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ചില കാര്യങ്ങളും കൂടെ ഇല്ല. അത് ശരിക്കും ഇപ്പം പത്തേമാരി പോലുള്ളൊരു എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നേരെ മറിച്ച് ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിനകത്ത് ഇട്ടിടുമ്പോൾ ആ ഉച്ചാരണം, ആ വാക്കുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ചേരുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ വരൂ എന്നുള്ളതായിരിക്കും, അല്ലെ വാ എന്നായിരിക്കും. അതൊക്കെ ഒരു കോണ്ടെക്സ്റ്റൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് മാറ്റം വരുത്തിക്കുന്നത്? എപ്പോഴാണ് മാറ്റം അങ്ങനെ ഒരുപാടും വരുത്തിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം വെച്ചാൽ അത് അവരുടെ ഫ്രീഡമാണ്. എഴുത്ത് ഇപ്പോൾ റഫീഖേട്ടനായാലും സന്തോഷ്, ഹരിയോ, അങ്ങനെ ശരത് വർമ്മ, അങ്ങനെ ആരുടെ എഴുതിയാൽ അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ആശയം, അവർക്ക് ഇന്ന വാക്ക് വരണമെന്ന് അവർക്കൊരു ഉള്ളിലൊരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ കൈ കടത്തുന്നത് ശരിയല്ല. ചിലത് ഇപ്പം നമ്മൾ പാടി നോക്കുമ്പോൾ ചില വാക്കുകൾക്ക് അതിൻ്റെ മ്യൂസിക്കാലിറ്റി ചിലപ്പോൾ പാടി വരുമ്പോൾ വർക്കാവാതെ തോന്നുമ്പോൾ അതൊന്ന് മാറ്റാമോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. അതിൻ്റെ ശൈലി, അല്ലാതെ ഈ വാക്കിട്ടാലോ എന്ന് പറയില്ല. കാരണം അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഇപ്പം റഫീഖേട്ടനൊക്കെ പറഞ്ഞ ഇപ്പോൾ ചെറിയ കറക്ഷൻ വിജയ് അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ എനിക്കത് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട്. കാരണം അവരെഴുതുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരളവ്, ആ വാക്ക് നേരത്തെ പർപ്പസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ വാക്ക് എന്തുകൊണ്ട് വന്നു. ഇപ്പം അരികെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് ബിസൈഡ്സ് എന്നുള്ളതാണല്ലോ. അതല്ലല്ലോ അരികെ. അരികെ മറ്റൊരർത്ഥമല്ലേ. അപ്പോൾ ആ അർത്ഥം എന്തിനാണ് അരികെന്ന് ഇട്ടത്? ഒറ്റ വാക്കുകൊണ്ട് അത് ഇതായി അല്ലേ. ഒറ്റ വാക്കുകൊണ്ട് ആ സിനിമ എന്താണെന്ന് തന്നെ മനസ്സിലാവും. ശരി, മാർജിൻ എന്ന് പറയുന്ന വാക്കാണ് അരികെന്ന് അറിയുമ്പോൾ എന്താണ് സിനിമ സോൾ അബൌട്ട് എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അതാണ് അതിൻ്റെ സംക്ഷിപ്തത എന്ന് പറയുന്നത്. അപ്പോൾ വാക്ക് ഡിനോട്ട് ചെയ്യുന്നതിന് വാക്ക് ചെറിയ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലോ. അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. അല്ല അത് ഈ ഇതേ ഇടുക്കി പാട്ടിനകത്ത് തന്നെ ഇപ്പൊ കാടേ റൻവാ എന്നാണല്ലോ. അപ്പൊ പണ്ടൊക്കെ ഉള്ള പാട്ടുകൾ, ഒരു 90കളിലൊക്കെ പാട്ടെടുത്തു നോക്കി അങ്ങനെ ഒരു വാ എന്ന് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും ഒരു പക്ഷേ. അത് ഉണ്ട് ഇല്ലെന്ന്. കാരണം വെച്ചാൽ ഇതൊക്കെ പല ശ്രേണികളിലും ആൾക്കാർ പാട്ട് എഴുതിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നമുക്ക്. എല്ലാം ഉന്നതങ്ങളായ കവിതകൾ വരുന്നു. ഇപ്പോൾ ഭാസ്കരൻ മാഷ് എഴുതുമ്പോഴത്തേക്കും വേറൊരു വളരെ നേറ്റീവായിട്ട് എഴുതിയിരുന്നു അദ്ദേഹം. വയലാർ എഴുതുമ്പോൾ വേറൊരു തരത്തിൽ സ്വർഗീയ ഗാനങ്ങൾ. എനിക്ക് ഈ പ്രേമം പൂത്തുപോലെ വളർന്നല്ലോ എന്ന് അതെ, അത്രയും പൂത്തു ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ അത് ഭയങ്കര എങ്ങനെയാണ് സിമ്പിളാക്കി ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അത് എഴുതാൻ മാത്രമല്ല ഇപ്പൊ നമ്മൾ മാഷിന് മാത്രം ഭാസ്കരൻ മാഷ് ഇപ്പൊ ഇത് കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടക്കിടവേലിക്കൽ വരുന്ന ബീവി എന്നൊരു പാട്ടുണ്ട്. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യും. അപ്പൊ പോസ്റ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷ് വാക്ക് നമുക്ക് കരുതുന്നേയില്ല ആ പാട്ടിൽ വരുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു. കേവല ഭാഷ, അതായത് സംസാരിക്കുന്ന ഭാഷയാണ് താളത്തിന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ലാളിത്യം
കൂടുതൽ വരും. ഭയങ്കരമാണ്. അതായത് ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത്രയും നല്ലതെന്നുള്ള ആ, അർത്ഥം. ഇപ്പൊ വയലാർ ആ സമയത്ത് ഈ മുഗ്ധഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ എന്ന് എഴുതി. അപ്പൊ അതിന് ഞാനിപ്പോഴും ആലോചിക്കും ഈ പ്രേമം പൂത്തുപോലെ വളർന്നു എന്ന് പറയാൻ അതൊരു ഭയങ്കര രസകരമായ പ്രയോഗമാണ് അല്ലേ? വളരെ അത് അകാൽപ്പനികം എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭാഷ തന്നെ പല രീതിയിലുണ്ടല്ലോ. ലിറ്റററി ഭാഷ തന്നെ പല രീതിയിലുണ്ട്. ബഷീർ എഴുതിയ ഭാഷയല്ലല്ലോ ഒ വിജയൻ, അല്ലെ ഒ വിജയൻ പോട്ടെ, ഇപ്പൊ ആനന്ദ് എഴുതുന്നത് രണ്ടും രണ്ട് ശ്രേണിയിലുള്ള, രണ്ടും ലിറ്റററി വർക്കുകൾ തന്നെ. അത് അത്ര വലിയ വർക്കുകൾ തന്നെ, പോത്ത് പോലത്തെ വർക്കുകൾ തന്നെ അല്ലേ. അപ്പോൾ അത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, ഓയൻ വീഴുന്നത് വേറെ രീതിയിൽ. അപ്പോൾ അങ്ങനെ വാക്കുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഓർക്കും മലയാളത്തിൽ ചിലർ പറയും തമിഴിൽ ഇങ്ങനെ എഴുതാം, മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, മറ്റേ വളരെ അങ്ങനെയൊന്നുമില്ല. മലയാളത്തിലൊക്കെ എത്രയോ വെറുതെ ഞാൻ ഈ എരിയും വെയിലത്ത് കൈലിയും കുത്തി നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ മാഷ് എഴുതിയതല്ല. സത്യമാണ്. അത് എന്തും എഴുതാം. എല്ലാ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ പേരുകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ വളരെ പ്രോബ്ലമാറ്റിക് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സത്യമാണ്. ഒരു ഒരു കുട്ടിയെ പേരിടുമ്പം ശങ്കർ എന്നാക്കാമെന്ന് ഒരു അധ്യാപകൻ പറയുമ്പോൾ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സർക്കാരിനെ താഴെയിടുന്ന വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരിടാൻ പറ്റില്ല, പകരം എനിക്ക് ഈ ശങ്കരൻ എന്ന പേരിടണം എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. അതെ. ഇത് ചിലപ്പോൾ ഇത് വളരെ സബ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർലൈങ് ആയ എല്ലാവർക്കും ചിലപ്പം ആ ഇത് മനസ്സിലാവണമെന്ന്, പക്ഷെ അതിൻ്റെ സിനിമയിലുണ്ട് എന്നല്ലേ ആ പറയുന്നത്. അതിൻ്റെ രണ്ടും ഒന്ന് തന്നെയാണ്. അതെ. അപ്പം ശങ്കരനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു പേരിന് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പേര് തന്നെ ഏതൊക്കെ ശ്രേണിയിലുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ കൃത്യമായ സൂക്ഷ്മമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വാക്കുകൾ. അത് വളരെ അപകടകരമായ ഒരു എന്നാൽ വളരെ സർഗാത്മകമായ ഒരു സാധനമാണ് വാക്ക്. ഇപ്പൊ രണ്ടുപേർക്കും ഇത്ര അറിയാവുന്നവർക്ക് എഴുതാൻ അറിയില്ല എന്നവർ നിങ്ങൾക്ക് ഒരു ചുമ്മാ ഉപയോഗിക്കുന്നു. ഇല്ലെങ്കിൽ സിനിമ വേണ്ട, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലൊരു ചിത്രം തന്നാൽ ചുമ്മാ അതിനെ എഴുതൂ. ഏതാ മനസ്സിലുള്ള ഒരു ചിത്രം, ഇപ്പം ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഇടുക്കിക്കാരുടെ മനസ്സിലുള്ള ചിത്രത്തെ ഇത്രയും പോയിട്ടില്ലേ, ഇത്രയും നമ്മൾ ഇന്റർവ്യൂ ഇല്ല, മീര എഴുതും. നമ്മൾ എഴുതില്ലല്ലോ, നമുക്ക് ചിലങ്കണിയാൻ മാത്രമുള്ള അനുഗ്രഹം സന്തോഷമുള്ളൂ. അതാണ്. ഒന്ന് എഴുതി നോക്കൂ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഈ സിനിമ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് വരികൾ വന്ന, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുമ്പോൾ ഉണ്ടായ മനസ്സിലെ എന്തേലും ഒരു സീൻ മനസ്സിലാക്കുമോ, മനസ്സിൽ തട്ടുമോ, അല്ലെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെ ഒന്ന് വരികൾ കൊടുത്താൽ. ആ സിനിമയെ പറ്റിയിട്ട് എനിക്ക് വളരെ പരിമിതമാണ് എനിക്ക് അറിവൊക്കെ സിനിമയെ പറ്റിയിട്ട്. പക്ഷെ ഏറ്റവും അധികം അറിയാവുന്ന, സിനിമയെ പറ്റിയിട്ട് എല്ലാ വശങ്ങളും അറിയാവുന്ന സനോജ് ഇരിപ്പുണ്ട്. എന്നെ സംഗീതം ചെയ്ത ബിജുവാളുള്ളപ്പോൾ അതിന് 2 വരികൾ കൊടുക്കാൻ. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നാളെ നമ്മൾ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 2 വരികളാണ് എന്ന് നാളെ പിന്നീട് 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുക്കുമ്പോൾ അവർക്ക് എൻ്റെ വേറൊരു പിക്ചർ കിട്ടുകയാണ് ഒരുപക്ഷെ ചെയ്യുക. ചെയ്ത് നോക്കുന്നു. ഇതിപ്പോൾ എന്താ അതിനകത്ത് കുറിച്ച് പറയാ? മറ്റേ പൊയ്കയിൽ പുള്ളി അതെ, അതൊക്കെയാണ് അതിന്റെ വരികൾ. എനിക്ക് കാണുന്നതിൽ ഒരു അക്ഷരം പറയുന്ന പോലെയാണ്. വായിച്ചോളൂ, ആർക്കും വേണം വായിക്കാം. നല്ല രസമുണ്ട്. വായിച്ചോ, അല്ല വിജയേട്ടൻ തന്നെ അത് വായിക്കാം. അത് ഒരു പോയറ്റിക് ഇതാണത്. വായിച്ചോളൂ. ഇല്ലില്ല, ഞാൻ അത് ശരി. ഞാൻ അതിനൊരു വേറെ തരം വായിക്കണ്ടേ? പോയട്രി ഉണ്ട് അതിനകത്ത്. ഏതാണ് 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 ഞാൻ പുലരേണ്ടൊരു ഊരേതാണ്, പല പൂക്കൾ പൂവിട്ടൊരു തോപ്പിലാണോ, ഓരത്തൊഴുകുന്ന ചാലിലാണ്. നല്ല നല്ല ഇത് നമുക്ക് സിനിമയ്ക്ക് മുൻപ് റിവീൽ ചെയ്യണോ, സിനിമ കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യണോ? ഇതെന്തായാലും ഇത് വലിയൊരു ഇത് തന്നെ. എനിക്കിത് ഇങ്ങനെ ഒന്ന് എഴുതേണ്ടി വന്നിട്ടുണ്ടോ ലൈവായിട്ട്? ഇത്രയും വലിയൊരു ഇത്രയും പണി തന്നിട്ട്
അതും അങ്ങനെ ഞാൻ ആ വലിയ പണിയും അത് ഞാനും തന്നിരിക്കുന്നത്. പക്ഷേ എന്തായാലും 28-ാം തീയതി ഫെബ്രുവരി 28-ന് നമുക്ക് അരികെ ബിഗ് സ്ക്രീൻസിലേക്ക് എത്തുകയാണ്. അരികെ ശരിക്കും പ്രോമിസ് ചെയ്യുന്നത് എന്താണ്? അതുകൂടെ കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ. പ്രോമിസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അല്ല, അരിക് ഒന്നും പ്രോമിസ് ചെയ്യുന്നില്ല. അരിക് ഈ ലോകത്തെ കുറച്ച് മനുഷ്യരുടെ കാണിക്കുന്നുണ്ട്. കഥയാണ്. ആ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം മനുഷ്യർക്ക്, അല്ലെങ്കിൽ ഒരു ഒരു നല്ല രീതിയിൽ ഒരു നല്ലൊരു ശതമാനം ഓഡിയൻസിന് അത് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള, അവർ കേട്ടിട്ടോ അപ്പുറത്ത് കണ്ടിട്ടോ നേരിട്ട് അനുഭവിച്ചിട്ടോ പറഞ്ഞു കേട്ടിട്ടോ ഒക്കെയുള്ള, അല്ലെങ്കിൽ അവരുടെ മുൻതലമുറയുടെ ഓർമ്മയിൽ നിന്നൊക്കെയുള്ള. കാരണം ഓർമ്മയും നേരത്തെ പറഞ്ഞ പോലെ വാക്കും, ഇത് രണ്ടും ചരിത്രവും ഓർമ്മയുമാണല്ലോ നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഓർമ്മ ഇല്ലെങ്കിൽ തീർന്നു, പിന്നെ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചരിത്രം. അപ്പം പല രീതിയിൽ കണക്റ്റ് ആവുന്ന വലിയൊരു ജനസാമാന്യം കേരളത്തിലുണ്ട്. ഈ സിനിമ, ഈ കഥ, അത് അവർക്ക് കണക്റ്റ് ആവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വേറെ കൂടുതലൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. കാരണം ഇത് ആ രീതിയിൽ നമ്മളൊരു ആളുകളെ പ്രത്യേകിച്ച് എടുത്ത് ബോധ്യപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷേ ഒരു ലോകത്തെ, ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്, ഇത് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ കേട്ടത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത കാര്യമായിരിക്കും. അങ്ങനെ പറയാൻ വേണ്ടി നമ്മളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ ഇത്രയും ഒരു ബിഗ് സ്ക്രീൻ പിക്ചർ ലെവലിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത, വളരെയധികം പ്രത്യേകതയുള്ളൊരു വിഷയം സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതയുള്ളൊരു സിനിമയാണ് അരിക്. അത് അത്രയേറെ സ്പെഷ്യലായി മാറട്ടെ സനോജിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളിതിൻ്റെ ജേണി പല കഥകളും നമ്മളിങ്ങനെ കേട്ട് 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 സത്യം പറഞ്ഞാൽ 1 വർഷത്തോളം പരിചയമുണ്ട് എനിക്ക് സനോജുമായിട്ട്. ഇന്നാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നതെങ്കിലും നമ്മളതിൻ്റെ സിനിമയുടെ കഥകൾ മുതൽ ചെറിയ രാഷ്ട്രീയ സംസാരങ്ങളും എല്ലാം നമ്മളിങ്ങനെ ഒരു സുഹൃത്തെന്ന പോലെ നമ്മളിങ്ങനെ എന്നും എന്ന് പറഞ്ഞ പോലെ സംസാരിച്ച് പോകാറുണ്ട്. അതിലൊക്കെ എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ ചിന്തിക്കുന്നു, എന്നാണ് സിനിമ വരിക, എന്നാണ് സിനിമ എത്തുക. അന്നപ്പോൾ ഒരു സിനിമ ഡേറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥ സുഹൃത്തെന്ന പോലെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടാവും, ഇതും നന്നായിട്ട് പോട്ടെ, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്നുള്ളൊരു വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം മാത്രമാണ്. എല്ലാം ഭംഗിയായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.